മാർവലിൻ്റെ വാട്ട് ഇഫ് സീസൺ 3 റിലീസായിട്ടുണ്ട്. ആദ്യത്തെ 3 എപ്പിസോഡാണ് ഇപ്പം റിലീസായിട്ടുള്ളത്. 8 എപ്പിസോഡായിരിക്കും ഈ ഒരു സീസണിൽ വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സീസൺ ആയിരിക്കും ഈ ഒരു ഷോയുടെ ഫൈനൽ സീസൺ എന്ന് പറയുന്നത്. അപ്പം 8ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഇതുവരെ കണ്ട എല്ലാ സ്റ്റോറികളുടെ ഒരു എൻഡിങ് ഈ ഒരു സീരീസിൻ്റെ ആ ഒരു 8ാമത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 2 സീസൺ ഒന്ന് റീവാച്ച് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. കാരണം പല ക്യാരക്ടേഴ്സിനെ നമ്മൾ മറന്നു പോകാനുള്ള ചാൻസുണ്ട്, സ്റ്റോറികൾ മറന്നു പോകാനുള്ള ചാൻസുണ്ട്. അതൊന്ന് റീവാച്ച് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫൈനൽ സീസൺ കുറച്ചുകൂടെ നല്ല ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സീസണാണ് ഒരു ബെസ്റ്റ് എന്ന് പറയാനായിട്ടുള്ളത്. സെക്കൻഡ് സീസൺ അത്രയും അങ്ങോട്ട് ഫസ്റ്റിൻ്റെ അത്രയും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു 3rd സീസണിൽ അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫസ്റ്റ് സീസണിലും സെക്കൻഡ് സീസണിലും കംപ്ലീറ്റ് ആവാതെ കണ്ട പല സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറീസിനുള്ള ഒരു കംപ്ലീഷൻ കൊടുക്കുക, ഒരു പ്രോപ്പറായിട്ട് ഈ ഒരു ഷോയെ എൻഡ് ചെയ്യുക എന്നുള്ള സാധനങ്ങളൊക്കെയാണ്. ആദ്യത്തെ 3 എപ്പിസോഡുകളിൽ ഫസ്റ്റ് എപ്പിസോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് എപ്പിസോഡ് അത്രയും ഇഷ്ടപ്പെട്ടില്ല, 3rd എപ്പിസോഡും കുഴപ്പമില്ല. സെക്കൻഡ് എപ്പിസോഡ് എന്തുകൊണ്ടോ എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. സാധനമൊക്കെ കൊള്ളാം, പക്ഷേ ഒരു രസമില്ല അത് കാണാനായിട്ട്. ഭയങ്കര ഒരു ഡ്രാമാറ്റിക് ഫീലൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് എപ്പിസോഡ് നൈസാണ്. അതായത് ഹൾക്കും മെക്കാനിക്കൽ അവഞ്ചേഴ്സുമായിട്ടുള്ള ഒരു സാധനം, അത് കിടിലൻ കൺസെപ്റ്റാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഈവൻ ഒരു മെഗാ ഹൾക്കിനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ഹൾക്കിൻ്റെ ഒരു ഗോഡ്സില്ല വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത് നൈസായിട്ട് അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആൽഫ ഹൾക്ക് നമ്മൾ ഇതുവരെ കാണാത്തൊരു വേർഷൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. നൈസാണ് കേട്ടോ ഫസ്റ്റ് എപ്പിസോഡ്. സെക്കൻഡ് എപ്പിസോഡ് ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. 3rd എപ്പിസോഡ് വിൻ്റർ സോൾജിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിഫറൻറ്റ് വേർഷനാണ് നമ്മൾ കാണിക്കുന്നത്. ഇനി 5 എപ്പിസോഡുകളിൽ വരാനുണ്ട്. ബാക്കി ഫുൾ എപ്പിസോഡ് കണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അവസാനത്തെ എപ്പിസോഡിൻ്റെ പേര് വാട്ട് ഇഫ് എന്നാണ്. അതായത് നമ്മൾ ഇതുവരെ കണ്ട എല്ലാ സ്റ്റോറീസിനെയും ഒരു പ്രോപ്പർ എൻഡിങ്, ഒരു ഭയങ്കര വലിയ ഒരു അവഞ്ചേഴ്സ് ലെവൽ സാധനമൊക്കെ. അവഞ്ചേഴ്സ് ലെവൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ഭയങ്കര വലിയ സൂപ്പർ ഹീറോസ് വേഴ്സസ് മാർവൽ ഹീറോസ് വേഴ്സസ് വില്ലൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനം, ആ ഒരു ലെവലിലേക്കൊക്കെ പോകുന്നതായിരിക്കും ഇതിൻ്റെ ഫൈനൽ എപ്പിസോഡ് എന്ന് പറയുന്നത്. എന്തായാലും ഒരു പ്രോപ്പർ എൻഡിങ് കൊടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു ഷോയ്ക്ക്. കാരണം മാർവലിൻ്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഷോകളിലൊന്നാണ് വാട്ട് ഇഫ് എന്ന് പറയുന്നത്. അനിമേറ്റഡ് ഷോ ആണെങ്കിലും ഒരുപാട് ഫാൻസ് ഉള്ള, ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞ ഒരു സീരീസാണ്. അപ്പം എന്തായാലും അതിന് നല്ലൊരു എൻഡിങ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇതിൻ്റെ അനിമേഷനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. മാർവലിൻ്റെതാണ്, അതെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ഇതിന് കൊടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് പല ഓപ്ഷൻസ്, ഇനി പല സിനിമകളിലും കാണാനായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി സീക്രട്ട് വാറിലും ഡൂംസ്ഡേയിലും ഒക്കെ കാണിക്കാനായിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ വേണമെങ്കിൽ ഈ ഒരു ഷോയിൽ എവിടെയെങ്കിലുമൊക്കെ കാണിക്കും. എന്തായാലും കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ ബൈ ഗൈസ്.